ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ അനദർ വീഡിയോ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ ലൈഫിൽ സ്ട്രെസ് ഫ്രീ ആയി ഹാപ്പി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയ കുറച്ച് ടിപ്സുകളാണ് ഞാൻ പറയുന്നത്. നമ്മുടെ ഒരു ദിവസം തുടങ്ങുന്നത് രാവിലെയാണല്ലേ. അപ്പോൾ നിങ്ങൾ കഴിവതും ഒരു 4-5 മണിക്കകത്ത് എഴുന്നേൽക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഇതൊരു ടിപ്പാണ്, നിങ്ങൾ ഒന്ന് ലൈഫിൽ ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു മാറ്റം അതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ കഴിവതും ഒരു 4-5 മണിക്ക് ഇടയ്ക്ക് എഴുന്നേൽക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങളിപ്പോൾ വിചാരിക്കും എന്തിനായി അതിരാവിലെ എഴുന്നേറ്റ് ജോലിയൊക്കെ പെട്ടെന്ന് തീർത്ത് ഇരിക്കാനായിട്ടാണോ എന്ന്. അപ്പോൾ അതിനല്ല, നമ്മുടെ ജോലിയും കാര്യങ്ങളൊക്കെ അതാത് സമയത്ത് തന്നെ നടക്കും. എന്നാൽ ഈ ഒരു ടൈമിന് എഴുന്നേൽക്കുക. അപ്പോൾ നിങ്ങൾ എഴുന്നേറ്റ ഉടനെ തന്നെ ഒന്ന് ഫ്രഷ് ആവുക. തല കുളിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് തല കുളിക്കുക. അഥവാ തല കുളിച്ചാൽ ചിലർക്കൊക്കെ നീരിറക്കം വരും, അങ്ങനെയുള്ളവർക്ക് എന്താ മേല് കഴുകുക. അപ്പോൾ തന്നെ നമ്മളൊന്ന് ഫ്രഷ് ആവും. ആ ഡേ ഫുള്ളാக നമുക്ക് ഫ്രഷ് ആയിട്ടിരിക്കാൻ ഈ ഒരു കാര്യം ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഒന്ന് ഫ്രഷ് ആയ ശേഷം നിങ്ങൾ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുകയോ, അത് ചെയ്യാൻ പറ്റാത്തവർക്ക് ഒന്ന് മെഡിറ്റേഷൻ എടുക്കുകയോ അല്ലെങ്കിൽ ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുകയോ ഒക്കെ ചെയ്യാം കേട്ടോ. ഇങ്ങനെ ഒരു 15 മിനിറ്റ് നമ്മൾ ഈ ഒരു കാര്യത്തിനായിട്ട് മാറ്റി വെച്ചാൽ തന്നെ നമ്മുടെ ആ ദിവസം ഫ്രീ ആയിരിക്കും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഈ ഒരു 4 മണി 5 മണി എന്ന് പറയുന്നത് രാവിലെ നമ്മുടെ ലൈഫ് ചേഞ്ചിങ് ടൈമാണെന്ന്. അത് കറക്റ്റാണ് കേട്ടോ. ഞാൻ ഇമോഷണലി പെട്ടെന്ന് ബ്രേക്ക് ഡൗൺ ആവുകയും അത് എന്നെ പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരാളായിരുന്നു കേട്ടോ. അപ്പോൾ ഒന്ന് സ്ട്രെസ് ഫ്രീ ആയിട്ടിരിക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇതൊക്കെ. അതുപോലെ തന്നെ നമുക്ക് സ്ട്രെസ്സ് കൂടി സ്ട്രെസ്സ് കൂടി ഉറപ്പായിട്ടും നമ്മൾ ഡിപ്രഷനിലോട്ടും അതുപോലെ തന്നെ വലിയ വലിയ പ്രശ്നങ്ങളിലോട്ടൊക്കെ ചെന്നെത്തും. അപ്പോൾ അതെല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റിയ കുറച്ച് ടിപ്സുകളാണ് ഇതൊക്കെ. അതിലൊന്നാണ് നമ്മളൊന്ന് അതിരാവിലെ ഉറക്കം എഴുന്നേൽക്കുക എന്നുള്ളത്. അപ്പോൾ ഇതിനായിട്ട് ഉറക്കം കളഞ്ഞ് അസുഖം വരുത്തി വെക്കണമെന്നല്ല കേട്ടോ. നമ്മൾ നേരത്തെ ഉണരാനായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ നേരത്തെ കിടന്നുറങ്ങണം. അപ്പോൾ രാത്രി നമ്മൾ എന്തായാലും സ്ക്രീൻ ടൈം കുറയ്ക്കുക. അതാണ് പറ്റിയ ഒരു മാർഗ്ഗം കേട്ടോ. നമ്മൾ മൊബൈൽ കണ്ടുകൊണ്ടിരിക്കുക, എന്തായാലും മൊബൈൽ എടുത്താൽ പിന്നെ നമ്മൾ ഒരുപാട് ടൈം അതിൽ സ്പെൻഡ് ചെയ്യും. അതുപോലെ തന്നെ ടി വി കാണുക, ഇതൊക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ട് ഒരു ഫിക്സഡ് ടൈമിന് കിടന്നുറങ്ങാനായിട്ട് ശീലിക്കുക. ഒന്ന് അലാറം വയ്ക്കുക, ഈ ഒരു ടൈമിന് ഞാൻ ഉറങ്ങും എന്ന് നമ്മുടെ മൊബൈലിലൊന്ന് അലാറം വയ്ക്കുക. ഒരാഴ്ച ഈ ഒരു നേരത്തെ കിടന്നുറങ്ങി ഒന്ന് രാവിലെ എഴുന്നേറ്റ് നോക്കിയാൽ മതി. നിങ്ങൾ ഡെയിലി റൊട്ടീനായിട്ട് മാറും കേട്ടോ. മനസ്സിൻ്റെ ശക്തി കുറയുക എന്നത് ഏതെങ്കിലും സമയത്ത് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരവസ്ഥയാണ്. നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഇമ്പോസിബിൾ എന്ന് കരുതുന്ന ഒരു കാര്യം പോസിബിൾ ആക്കണം എന്നുണ്ടെങ്കിൽ മാനസികാരോഗ്യം അത്യാവശ്യമായിട്ടുള്ള കാര്യമാണല്ലേ. അപ്പോൾ പ്രാർത്ഥന, പോസിറ്റീവായിട്ടുള്ള മനസ്സുണ്ടാകുക, ഇതെല്ലാം നമ്മുടെ മെൻ്റൽ ഹെൽത്തിന് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. ഇപ്പോൾ നമ്മുടെ നിരന്തരമുള്ള ചിന്തകളായിരിക്കും നമ്മുടെ ശീലങ്ങളായിട്ട് മാറുന്നത്. അതായത് ഇപ്പോൾ നമ്മുടെ എപ്പോഴും ഇങ്ങനെ നെഗറ്റീവ് ചിന്തകളായിട്ടിരിക്കുമ്പോൾ ആ നെഗറ്റീവ് കാര്യങ്ങൾ തന്നെയായിരിക്കും നമ്മുടെ ശീലങ്ങളായിട്ട് മാറുന്നത്. അതുപോലെ തന്നെ ആ ശീലങ്ങൾ നമ്മളെപ്പോഴും ഇങ്ങനെ ശീലിക്കുന്നത് എന്തായിരിക്കും, അതായിരിക്കും നമ്മുടെ സ്വഭാവമായിട്ട് മാറുന്നത്. നമ്മുടെ ആ സ്വഭാവമായിട്ട് നമ്മൾ പ്രവൃത്തികളായിട്ട് പുറത്ത് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആ പ്രവൃത്തിയാണ് നമ്മളെ സൃഷ്ടിക്കുന്നത്. ആ പ്രവൃത്തിയിലൂടെ ആയിരിക്കും നമ്മളെന്ന് കാണപ്പെടുന്നത്. ഇതിനായിട്ട് എന്ത് ചെയ്യണം, നമ്മുടെ നിരന്തരമുള്ള ചിന്തകൾ എന്തായിട്ട് പോസിറ്റീവായിട്ട് മാറ്റണം. അപ്പോൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ പോസിറ്റീവായിട്ടുള്ള ശീലങ്ങളായി മാറും. ആ ശീലങ്ങൾ പോസിറ്റീവായിട്ടുള്ള സ്വഭാവങ്ങളായി മാറും. ആ സ്വഭാവങ്ങൾ പോസിറ്റീവായിട്ടുള്ള പ്രവൃത്തികളായിട്ട് മാറും അല്ലേ. അപ്പോൾ നമ്മൾ തന്നെ പോസിറ്റീവായിട്ട് മാറും. അപ്പോൾ നമ്മളൊന്ന് മാറി നോക്കിയേ, നമ്മളൊന്ന് മാറി തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ചുറ്റുമുള്ളവർ മാറും. അപ്പോൾ നമുക്ക് ചുറ്റുമുള്ളവർ മാറുമ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ ഒരു സമൂഹം തന്നെ മാറും അല്ലേ. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇതൊക്കെ നമ്മളോട് തന്നെ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താണെന്നല്ലേ അല്ലേ. 100% നമ്മളെ അറിയാവുന്നത്, നമ്മൾ ആരാണെന്നറിയാമോ, നമ്മൾ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ ശത്രുവും നമ്മൾ തന്നെയാണ്, നമ്മുടെ ഏറ്റവും വലിയ മിത്രവും നമ്മൾ തന്നെയാണ്. നമ്മളെല്ലാം തുറന്നു പറയുന്ന ഒരാൾ നമുക്കൊപ്പം ഉണ്ടെങ്കിലും എവിടെയെങ്കിലും 1% എന്തെങ്കിലും നമ്മളായിട്ട് ഉള്ളിൽ ഒതുക്കുന്ന കുറച്ച് കാര്യങ്ങൾ കാണും അല്ലേ. അപ്പോൾ നമ്മളെ തന്നെ മനസ്സിലാക്കാത്ത കാര്യങ്ങളിൽ ഒന്നാണ് തൃപ്തിക്കുറവ് അല്ലേ. അപ്പോൾ ദൈവം നമുക്ക് ഒരുപാട് ബ്ലെസ്സിങ്സ് തന്നിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അതൊന്നും ആയിരിക്കില്ല നമ്മുടെ മൈൻഡിൽ വരുന്നത്. നമ്മുടെ മൈൻഡിൽ വരുന്നത് എന്താ, നമുക്ക് കിട്ടാത്തതും അതുപോലെ തന്നെ നെഗറ്റീവായിട്ടുള്ളതും. അയ്യോ, അങ്ങനെ മറ്റുള്ളവരെ കാര്യങ്ങൾ നോക്കിയിട്ട് അയ്യോ അവർക്ക് കിട്ടിയ ബ്ലെസ്സിങ്സ് വെച്ചാൽ നമ്മൾ നോക്കുന്നത്. നമുക്ക് കിട്ടിയ ബ്ലെസ്സിങ്സ് ഒരിക്കലും നമ്മൾ ചിന്തിക്കാറില്ല.
നമുക്ക് ദൈവം തന്ന ബ്ലെസ്സിങ്സ് ഒരുപാട് കാണുമല്ലേ. അതിപ്പോൾ വീടായാലും ചെറിയ വീടായാലും വലിയ വീടായാലും നല്ലൊരു ഫാമിലി ആയാലും മക്കളായാലും അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബോഡി ആയാലും നമ്മൾ ചിന്തിക്കുന്നത് നമുക്ക് പ്രവർത്തിക്കാൻ കഴിയുക, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊന്നും ആയിരിക്കില്ല നമ്മൾ ചിന്തിക്കുന്നത്. നമ്മൾ ചിന്തിക്കുന്നത് എന്തായിരിക്കും? എന്നെക്കൊണ്ട് ഒന്നിനും പറ്റില്ല, എനിക്കെന്താ അത് ചെയ്യാൻ പറ്റാത്തത്, അയ്യോ മറ്റുള്ളവരൊക്കെ അതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, ഞാനെന്താ ഇങ്ങനെ ആയിപ്പോയത്, ഇതായിരിക്കും നമ്മൾ കൂടുതലും ചിന്തിക്കുന്നത്. അതായത് പഴയ കാര്യങ്ങൾ ചിന്തിച്ച് അയ്യോ ഞാൻ അന്ന് അത് ചെയ്തത് കൊണ്ടല്ലേ ഇന്ന് ഇപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിച്ചു കൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ടെങ്കിൽ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ നമ്മുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊന്നും ആയിരിക്കില്ല അല്ലേ നമ്മൾ ചിന്തിക്കുന്നത്. ആക്ച്വലി നമ്മളെക്കാളും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, ദുരിതം അനുഭവിക്കുന്നവരുടെ മുന്നിൽ ചെന്ന് നിൽക്കുമ്പോഴായിരിക്കും നമ്മൾ അറിയുന്നത്, നമ്മൾ ഈ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ ബുദ്ധിമുട്ടോ തൃപ്തിക്കുറവോ ഒന്നും അല്ല എന്നുള്ളത് നമ്മുടെക്കാട്ടിയും ദുരിതങ്ങളും ബുദ്ധിമുട്ടും അനുഭവിക്കുന്നവരുടെ മുന്നിൽ ചെന്ന് നിൽക്കുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാകുന്നത്. പ്രശ്നങ്ങളില്ലാത്ത ആരുമില്ല കേട്ടോ, എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ആ ഒരു തൃപ്തിക്കുറവ് എന്നുള്ള ഒരു കണ്ടീഷനിൽ നമ്മളെ മൈൻഡ് എപ്പോഴും നിന്നാൽ എപ്പോഴും ഇങ്ങനെ പ്രശ്നങ്ങളിലോട്ട് മാത്രമായിരിക്കും പോകുന്നത്. ഇമോഷണലി നമ്മളെപ്പോഴും ഡൗൺ ആണെങ്കിൽ നമുക്ക് ഫ്യൂച്ചറിൽ വരുന്ന കാര്യങ്ങളെല്ലാം ഡൗൺ ആയിരിക്കും അല്ലേ. കാര്യം ഞാൻ ചെയ്യുന്നതൊന്നും പെർഫെക്റ്റ് ആയിരിക്കില്ല, എന്നെക്കൊണ്ട് അത് പറ്റില്ല എന്നിങ്ങനെ ചിന്തിച്ച് കൊണ്ടിരുന്നാൽ എപ്പോഴും അങ്ങനെ തന്നെ സംഭവിക്കത്തുള്ളൂ. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും പെർഫെക്റ്റായിട്ട് കിട്ടണമെന്നില്ല. അതിന് പകരം എനിക്ക് എന്ത് പ്രശ്നം വന്നാലും അല്ലെങ്കിൽ എനിക്ക് എന്ത് കാര്യം എൻ്റെ മുന്നിൽ വന്നാലും അതെനിക്ക് പെർഫെക്റ്റായിട്ട് ചെയ്ത് തീർക്കാൻ പറ്റും, എന്നെക്കൊണ്ട് സാധിക്കും എന്ന് എപ്പോഴും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടും പറഞ്ഞുകൊണ്ടിരുന്നാൽ അതായിരിക്കും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്നത്. അപ്പോൾ അതങ്ങനെ തന്നെ സംഭവിക്കത്തുള്ളൂ. നമ്മുടെ കൂടെ നിന്ന് നെഗറ്റീവ് പറയുന്നവരെ കഴിവതും നമ്മുടെ ലൈഫിൽ നിന്ന് ഒഴിവാക്കുക കേട്ടോ. ഇത് ഇങ്ങനെ കൂടെ നിന്ന് എപ്പോഴും ഇത് തന്നെ നമുക്ക് കേട്ടുകൊണ്ടിരുന്നാലും എന്തായിരിക്കും, നമ്മുടെ ചിന്തകളും നമ്മുടെ കാര്യങ്ങളും എല്ലാം നെഗറ്റീവായിട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ കഴിവതും കൂടുതലും പോസിറ്റീവായി ചിന്തിക്കുന്നവരെയും നമുക്കൊപ്പം നിൽക്കുന്നവരെയും നമ്മൾ എപ്പോഴും കൂടെ നിർത്താനായിട്ട് ശ്രമിക്കുക. ഇനി അതുപോലുള്ള ഒരു ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയും സ്കിന്നും എല്ലാം ഹെൽത്തി ആയിട്ട് വയ്ക്കുക, ക്ലിയർ ആയിട്ട് വയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ബോഡി ഹെൽത്തി ആയിട്ടിരിക്കാൻ എന്ത് ചെയ്യണം? നമ്മൾ ഡെയിലി ഒന്ന് എക്സസൈസ് ചെയ്യുക. ഇപ്പോൾ എക്സസൈസ് ചെയ്യാനോ ജിമ്മിൽ പോകാനോ ഒന്നും പറ്റാത്തവരാണെങ്കിൽ എന്താ, ഡെയിലി ഒരു 10 മിനിറ്റ് ഒന്ന് നടക്കുക. വേറെ എങ്ങോട്ടും നടക്കാനൊന്നും പറ്റിയില്ല എങ്കിൽ ഇപ്പോൾ നമ്മുടെ ടെറസിന് മുകളിലോ അല്ലെങ്കിൽ നമ്മുടെ മുറ്റത്തോ അല്ലെങ്കിൽ വീടിനകത്തോ ഒരു 10 മിനിറ്റ് നടക്കുക. ഇത് നമ്മുടെ ബോഡിയിൽ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാക്കും കേട്ടോ. നമുക്ക് ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു ടിപ്പാണ്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ സ്കിന്നൊക്കെ ക്ലിയറായിട്ടും ഭംഗിയായിട്ടൊക്കെ വെക്കാനായിട്ട് എന്തൊക്കെ ചെയ്യാം. ഇപ്പോൾ അതിനായിട്ട് ബ്യൂട്ടി പാർലറിൽ പോകണമെന്നോ അല്ലെങ്കിൽ വില കൂടിയ പ്രോഡക്റ്റ് വാങ്ങിച്ച് ഉപയോഗിക്കണോ എന്നൊന്നുമില്ല. നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയ ഒരുപാട് ടിപ്സുകളൊക്കെ ഉണ്ടല്ലേ. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സ്കിൻ കെയറിനൊക്കെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതൊക്കെ ചെയ്ത് വയ്ക്കുക. ഇതെല്ലാം നമുക്ക് നമ്മുടെ മെൻ്റലി ബോഡി ഒക്കെ ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ പറ്റിയ കാര്യങ്ങളാണ് കേട്ടോ. ഇനിയുള്ളൊരു കാര്യം എന്തെന്ന് വെച്ചാൽ നമ്മൾ പുതുതായിട്ട് എന്തെങ്കിലും പഠിക്കുക. അപ്പോൾ നമുക്ക് പുതുതായിട്ട് പഠിക്കാൻ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അതുപോലെ തന്നെ നല്ല നല്ല ബുക്സുകളൊക്കെ ഒരുപാടുണ്ട്. ഇപ്പോൾ ഓൺലൈനായിട്ടും അല്ലാതെയൊക്കെ ഒരുപാട് ബുക്സുകളൊക്കെ വായിക്കും. അപ്പോൾ ഇതെല്ലാം നമ്മുടെ മെൻ്റൽ ഹെൽത്തിന് പറ്റിയ കുറച്ച് കാര്യങ്ങളാണല്ലേ. അപ്പോൾ ഇപ്പോൾ നമുക്ക് നെറ്റിലൂടെ ആയാലും അല്ലാതെയൊക്കെ പുതുതായിട്ട് പഠിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മളെ തന്നെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ലൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമുക്ക് ചെറിയ ചെറിയ സങ്കടങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ വരുന്ന സമയത്ത് ഒന്ന് കണ്ണാടിയുടെ മുമ്പ് പോയി നിന്ന് നമുക്കൊന്ന് നോക്കി ചിരിച്ച് നോക്കി ഒന്ന് പുഞ്ചിരിച്ച് നോക്കി നമുക്ക് അപ്പോൾ തന്നെ നമുക്ക് മൈൻഡിൽ ഒന്ന് റിലാക്സായി തോന്നുന്നതായിട്ട് കാണാം കേട്ടോ. അതൊരു സെൽഫ് മോട്ടിവേഷൻ കൂടിയാണ് കേട്ടോ. കണ്ണാടിയുടെ മുമ്പ് ചെന്ന് നമ്മൾ നമ്മളെ തന്നെ ഒന്ന് നോക്കി കാണുന്നത്, അല്ലെങ്കിൽ ഒന്ന് പുഞ്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്തു നോക്കുക. ഇനി ഒരു ടിപ്പാണ് എന്തെന്ന് വെച്ചാൽ, നമ്മുടെ എപ്പോഴും കയ്യിലൊരു ഡയറി കരുതുക. ഇപ്പോൾ നമുക്ക് കിട്ടിയ ബ്ലെസ്സിങ്സ്, അതുപോലെ തന്നെ നമുക്കിനി ചെയ്ത് തീർക്കേണ്ട കടമകൾ, ചെയ്യാനുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു ഡയറിയിൽ എഴുതി വയ്ക്കുക. ഇത് നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ. ഈ ഡയറിയിലൊക്കെ അല്ലെങ്കിൽ ഒരു ബുക്സ് നിങ്ങളുടെ കയ്യിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അതിലൊന്ന് എഴുതി വയ്ക്കുന്നത്, ഈ വക കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി വയ്ക്കുന്നത് നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഈ ഒരു കാര്യം നമുക്ക് രാത്രി ഉറങ്ങുന്നതിന് മുന്നേ അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് നമ്മുടെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഒരു കാര്യം ഡെയിലി ചെയ്യാവുന്നതാണ് കേട്ടോ.
നമ്മളെപ്പോഴെങ്കിലും ചിന്തിക്കാറുണ്ടോ നമ്മുടെ ഓരോ ദിവസത്തിന് എന്തുമാത്രം പ്രാധാന്യമാണുള്ളത്? നമ്മൾ വെറുതെ കളയുന്ന പല ദിവസങ്ങളും ഉണ്ടല്ലേ? അപ്പോൾ ഇതൊന്ന് ചിന്തിച്ച് നോക്കിയാൽ നമ്മുടെ ഓരോ ദിവസത്തിനും ഓരോ സമയത്തിനും എന്തുമാത്രം പ്രാധാന്യമാണുള്ളത്? അങ്ങനെ ഒന്ന് ചിന്തിച്ച് തുടങ്ങിയാൽ തന്നെ നമ്മൾ പ്രൊഡക്റ്റീവായിട്ടിരിക്കും. നമുക്ക് കിട്ടുന്ന ടൈം നമ്മൾ നല്ലതുപോലെ യൂസ് ചെയ്താൽ തന്നെ നമ്മുടെ ലൈഫിൽ നല്ലൊരു മാറ്റം ഉണ്ടാകും. ഇനി ഒരു കാര്യമാണ് എപ്പോഴും വെള്ളം കുടിക്കുക. ഇതൊരുപാട് കേട്ടിട്ടുള്ളതായിരിക്കും അല്ലേ? ഒരുപാട് പേര് പറഞ്ഞിട്ടുള്ളത് കാര്യമായിരിക്കും. നമ്മളെപ്പോഴും മിസ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും കറക്റ്റായിട്ട് വെള്ളം കുടിക്കുക എന്നുള്ളത്. അപ്പോൾ ഇത് മിസ് ചെയ്യാതെ നിങ്ങൾ ഇതൊരു ശീലമാക്കി മാറ്റുക. നമ്മുടെ ക്ഷീണം മാറി നമ്മൾ ആക്റ്റീവ് ആവാനും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നൊക്കെ ഗ്ലോ ആവാനും നമ്മളൊരു കറക്റ്റ് ഒരു റൊട്ടീന് കറക്റ്റ് ടൈമിന് നമ്മൾ കുടിക്കേണ്ട വെള്ളം ആ ഒരു കണക്കിന് തന്നെ ഡെയിലി കുടിക്കുക. വെള്ളമെന്ന് പറയുമ്പോൾ ഇപ്പോൾ നാരങ്ങ കലക്കിയ വെള്ളമോ അല്ലെങ്കിൽ സോഡയോ മിക്സ് ചെയ്ത വെള്ളമോ അങ്ങനെയൊന്നുമല്ല. നമ്മുടെ പച്ചവെള്ളം അതായത് ചൂടാക്കി തിളപ്പിച്ച വെള്ളം ഡെയിലി ഒരു 3 ലിറ്റർ 2 ലിറ്ററെങ്കിലും 3 ലിറ്ററോ 2 ലിറ്ററോ എങ്കിലും ഒക്കെ നമ്മൾ കുടിക്കാനായിട്ട് ശ്രമിക്കുക. ഇത് എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഇത് രാവിലെ തന്നെ നമ്മൾ തിളപ്പിച്ചാറ്റിയ വെള്ളം ഒരു ബോട്ടിലൊഴിച്ച് മാറ്റി വയ്ക്കുക. എപ്പോഴും നമ്മൾ അത് കൂടെ കരുതുക. അപ്പോൾ ഡെയിലി ഇതൊരു 2-3 ദിവസം ശീലിച്ചാൽ തന്നെ നമ്മളിത് ഡെയിലി നമുക്കിത് മറക്കാതെ നമ്മൾ ചെയ്യും. ഇനി ഒരു മൈൻഡെന്ന് വെച്ചാൽ നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളൊരു മൈൻഡാണ്. ഇപ്പോൾ നമുക്ക് എപ്പോഴും ഫിസിക്കലി എല്ലാവരെയും ഹെൽപ്പ് ചെയ്യാൻ പറ്റണമെന്നില്ല അല്ലേ? ഇപ്പോൾ പൈസ കൊടുത്തോ ഫിനാൻഷ്യലി നമുക്ക് ഇപ്പോൾ എല്ലാവരെയും ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അതിന് പകരം നല്ല വാക്കുണ്ടെങ്കിൽ അവരെ സഹായിക്കാൻ നമ്മൾ ശ്രമിക്കുക. വിഷമിച്ചിരിക്കുന്ന ഒരാളെ നമ്മൾ അവരുടെ അടുത്തൊരു ആശ്വാസവാക്ക് പറയുന്നത് തന്നെ ഒരു ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ മനസ്സിന് എപ്പോഴും ഊർജ്ജം തരുന്ന ഒന്നാണ് മോട്ടിവേഷൻ ടോക്സ്. അപ്പോൾ ഇതുപോലുള്ള ടോക്സൊക്കെ ഒരുപാട് ബുക്സുകളായിട്ടും അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബിലും അങ്ങനെയൊക്കെ ഒരുപാട് കാണും, സോഷ്യൽ മീഡിയയിലും ഒക്കെ കാണും. അപ്പോൾ ഇതുപോലുള്ള നല്ലതുപോലെയുള്ള മോട്ടിവേഷണൽ ടോക്സൊക്കെ ഒരുപാട് കേൾക്കുക. ഇപ്പോൾ അതിനായിട്ട് നമ്മൾ പ്രത്യേകം സമയം കണ്ടെത്തണമെന്നൊന്നും ഇല്ല കേട്ടോ. നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ കിച്ചണിൽ തന്നെ ജോലി ചെയ്യുന്ന സമയത്തൊക്കെ നമ്മുടെ മൊബൈൽ ഓണാക്കി വെച്ചിരുന്ന ഇതുപോലുള്ള നല്ല മോട്ടിവേഷണൽ ടോക്സൊക്കെ കേൾക്കാവുന്നതാണ്. ഇതൊക്കെ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ പുതിയ പുതിയ മാറ്റങ്ങളൊക്കെ കൊണ്ടുവരാനായിട്ട് സഹായിക്കും. ഇനി നമ്മളെ വീട്ടിലുള്ള ഓരോ സാധനങ്ങളും അതത് സ്ഥാനത്ത് തന്നെ വെക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇപ്പോൾ എന്തെങ്കിലും എടുത്തിട്ട് നമ്മളത് മാറ്റി വയ്ക്കുക. ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. നമ്മൾ എന്ത് സാധനം എടുത്താലും തിരിച്ച് അതേ സ്ഥാനത്ത് തന്നെ വെക്കാൻ ശ്രമിക്കുക. എല്ലാ സാധനങ്ങളും വെക്കാനും അതിൻ്റേതായിട്ടുള്ള ഒരു സ്പേസ് ഉണ്ടാവില്ല. അപ്പോൾ എല്ലാ ദിവസവും ഇതൊന്ന് ക്യാച്ചപ്പ് ചെയ്ത് കറക്റ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുള്ളായി എന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു കാര്യങ്ങളൊക്കെ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ലൈഫിൽ നല്ലൊരു മാറ്റം ഉണ്ടാകും കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസൊക്കെ കമൻസ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയറും കൂടെ ചെയ്തേക്കണേ. കൂടെ നമ്മുടെ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. താങ്ക്